നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 1-ാം തീയതിയാണ്. എല്ലാ മാസവും ഓരോ നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ജീവിത മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരിക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വമ്പൻ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അത് ഈ മെയ് മാസത്തിൽ മാത്രം നിൽക്കുകയല്ല, തുടർന്ന് 2027 വരെ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലല്, നിങ്ങളുടെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം ഇതൊക്കെയും ഒഴിയാൻ പോകുന്ന സമയം തന്നെയാണ് നാളെ മെയ് 1 മുതൽ ആരംഭമാകാനായി പോകുന്നത്. ഇവിടെ പലവിധ പ്രതികൂല ഫലങ്ങളും സാഹചര്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു ഏപ്രിലിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾ അത് തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മെയ് മാസം നാളെ തുടക്കമാകുമ്പോൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന പല മാറ്റങ്ങളും ഇനി നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ളതായിരിക്കും. കാരണം അത്രയ്ക്ക് രാശിമാറ്റങ്ങളൊക്കെ മെയ് 1-ാം തീയതി മുതൽ തന്നെ നടക്കാൻ പോകുന്നു. എല്ലാ മാസവും ഇതേപോലെ രാശിമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റേതായ പല ഫലങ്ങളും, അതും ഗുണവും കാണും ദോഷവും കാണും, എല്ലാവരും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ 2027 വരെ നീണ്ടു നിൽക്കുന്ന ഗുണാനുഭവങ്ങൾക്ക് നാളെ മെയ് 1 സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന ആ ഒരു പടുകുഴിയിൽ നിന്ന് കരകയറാൻ കഴിയുന്ന പല തരത്തിലുള്ള മാറ്റങ്ങളും നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരംഭമാകാനായി പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള നിങ്ങൾ ആ പ്രതീക്ഷകളൊക്കെയും പാളിപ്പോയ അവസ്ഥയിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷവും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊക്കെ മാറ്റം തുടങ്ങുകയാണ് നാളെ മെയ് 1 മുതൽ. ധന്യമായ അല്ലെങ്കിൽ സന്തോഷഭരിതമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ നാളെ മുതൽ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നതാണ്. ജീവിതം ഒരു വഴിത്തിരിവിൻ്റെ സമയം തുടങ്ങുകയാണ് 2025 മെയ് 1 മുതൽ. തുടർന്ന് 2027 വരെയുള്ള സമയം വളരെയധികം സാമ്പത്തിക ഉന്നതി ഈ 9 നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. വിശ്വസിക്കാൻ കഴിയുന്ന പല ആളുകളുമായി ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കണം എന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് നാളെ മുതൽ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സഹായിക്കാൻ അല്ലെങ്കിൽ വിശ്വാസത്തോടെ കൈ ചേർത്ത് പിടിക്കാനുള്ള ചില ബന്ധങ്ങളൊക്കെ രൂപം കൊള്ളുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഭാഗ്യശാലികളായ, അതായത് ഭാഗ്യത്തിൻ്റെ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നാളെ മെയ് മാസം 1-ാം തീയതിയാണ് ഭാഗ്യം തെളിയുന്ന അല്ലെങ്കിൽ തലവര മാറി മറിയാൻ പോകുന്ന 2027 വരെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രങ്ങളാണ്. നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതം പോസിറ്റീവായി മാറാൻ പോവുകയാണ്. വളരെ വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കം നാളെ മുതൽ തന്നെ നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ശുക്രൻ്റെ വളരെയധികം സ്വാധീനം നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നു. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ ഫലമായി വിവാഹ യോഗം തെളിയുന്നതാണ്. കൂടാതെ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, ആ പ്രണയബന്ധങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വിവാഹ യോഗം തെളിയുന്നതാണ്. ഒരു ആവേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ആവേശത്തോടു കൂടി ചെയ്താൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആവേശം, ഇവിടെ എടുത്തു പറയേണ്ടത് ശുക്രൻ്റെ രാശിമാറ്റം തന്നെയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറുന്നതിനാൽ ഏത് കാര്യങ്ങളും വളരെ ധൈര്യത്തോടെയും ആവേശത്തോടെയും ചെയ്ത് പൂർത്തീകരിക്കാനും അതിൻ്റെ ഫലം അനുഭവിക്കാനുമുള്ള യോഗം നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞു. ഇനി ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കൊള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നേട്ടം തുടങ്ങിക്കഴിഞ്ഞു. ശുക്രൻ അനുഗ്രഹത്തിൽ വരികയാണ് നാളെ മെയ് മാസം 1-ാം തീയതി മുതൽ. ഒരുപാട് മനസ്സിൽ ആകുലതകളുണ്ട്, ചിന്തകൾ ഒരുപാടുണ്ട്. എന്താവും ഏതാകുമെന്ന് ആ ചിന്തകളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുക. നല്ല സമയം വന്നിരിക്കുന്നു. ശുക്രൻ അനുഗ്രഹത്തിൽ വരുന്നതിനാൽ തന്നെ ജോലിയില്ലാതെ വലയുന്നവർക്ക് വിളിച്ച് ജോലി തരും എന്നതാണ് മറ്റൊരു
വാസ്തവമായി പറയേണ്ടത്. കൂടാതെ വിവാഹമില്ല, ഇപ്പോൾ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു വിവാഹം അങ്ങോട്ട് നേരെ ആവുന്നില്ല, അല്ലെങ്കിൽ സെറ്റ് ആകുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇവിടെ ശുക്രൻ അനുഗ്രഹത്തിൽ വരുന്നതിന് ഉത്തമ വിവാഹ യോഗമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായ വഴിത്താരകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇത് തെളിഞ്ഞു വരും, അതായത് ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം എന്നതുകൊണ്ട് വ്യക്തമായി ഉറപ്പായി പറയാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ പോലും ആയിരിക്കും, അതായത് ഒരു ഉറങ്ങിക്കിടക്കുമ്പോൾ ഗാഢനിദ്രയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി മാറും എന്ന് പോലും നിങ്ങൾക്ക് ദിവ്യദർശനം ഉണ്ടാകുമെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു പ്രപഞ്ചം കൂടി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായി മാറാൻ പോകുന്ന, അതാണ് ഞാൻ ഇത് തുടക്കം തന്നെ പറഞ്ഞ സുവർണ സമയത്തിനാണ് നാളെ മുതൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ തീരുമാനങ്ങൾക്ക് പ്രപഞ്ചം തന്നെ ഇവിടെ അനുകൂലമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ധൈര്യമില്ലാതെ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ വിഷമിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും വഴിപാടുകൾ കഴിപ്പിച്ചതിന് ശേഷം ഇറങ്ങി പുറപ്പെടുക. പൂർണ്ണമായി വിജയം അല്ലെങ്കിൽ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ സംശയിക്കേണ്ട യാതൊരു ആവശ്യകതയും കാണുന്നില്ല. നാളെ മെയ് മാസം 1-ാം തീയതി ഭാഗ്യം ലഭിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ മകീരം, തിരുവാതിര, പുണർദം എന്നിവയാണ്. വളരെ നേട്ടത്തിൻ്റെ സമയമാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 2027 തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. നാളെ മുതൽ അതിനുള്ള തുടക്കമാവുകയാണ്. മറ്റുള്ളവരോട് ക്ഷമയോടും സ്നേഹത്തോടും പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്വഭാവം തന്നെയാണ് ഇനി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനായി പോകുന്നത്. ഏറെ കാലമായി ജീവിതത്തിൽ ഒരുപാട് അതായത് കരിനിഴൽ വീണു എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. ഏതിൽ ചെന്ന് പിടിച്ചാലും തടസ്സങ്ങൾ. രക്ഷപ്പെട്ടു വരുന്നത് കഷ്ടിച്ചങ്ങ് രക്ഷപ്പെടുകയാണ്. എന്നാൽ പ്രത്യേകിച്ച് എന്ത് നേടി എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥ. അതിനാണ് നാളെ മുതൽ മാറ്റമാകാൻ പോകുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സ്വാതന്ത്ര്യത്തോടു കൂടി എന്തും ആരുടെയും കാലിൽ താങ്ങാതെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ നാളെ മുതൽ നിങ്ങൾക്കുണ്ടാവുകയാണ്. പുതിയ ആശയങ്ങളൊക്കെ മനസ്സിൽ രൂപം കൊള്ളുന്നതാണ്. ആശയങ്ങൾ രൂപം കൊള്ളുക മാത്രമല്ല, അതിനെ പ്രാവർത്തികമാക്കാനുള്ള ധൈര്യം കൂടി ഇവിടെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നാളെ രാശിമാറ്റത്തിനൊരുങ്ങുന്ന ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പല സത്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക്, അല്ലാതെ അതുമല്ല മുന്നോട്ട് എങ്ങനെയാണ് ഏതാണ് ചിന്തിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും തെളിവാകുകയും മുന്നോട്ട് എങ്ങനെ ധൈര്യസമേതം പോകണം എന്ന ഒരു ഉൾവിളി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അത് നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങുകയാണ്. കൂടാതെ ഇവിടെ മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് മെയ് 27 അമാവാസി കൂടി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ കഴിയാത്ത ആ ഒരു ചുറ്റുപാട്, അതായത് തീരുമാനം ഒന്നും എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഇത്രയും വളർന്നില്ലയാണ് നിന്നെക്കൊണ്ടൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലേ എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളുടെ ഈ ജീവിതത്തിനാണ് മാറ്റം സംഭവിക്കാൻ പോകുന്നത്. മെയ് 27 ശേഷം വളരെയധികം നേട്ടങ്ങൾ, സ്വന്തമായി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം തുടങ്ങുകയാണ്. അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും നാളെ മുതൽ ആരംഭം കുറിക്കാൻ പോകുന്നു. നാളെ മെയ് 1 ഭാഗ്യം തെളിയാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ അടുത്ത 3 നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിവയാണ്. മെയ് 12 മുതൽ ഇവർക്ക് പൂർണ്ണചന്ദ്രൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ സമയം കൂടിയാണ് ഈ മെയ് മാസം നൽകാൻ പോകുന്നത്. എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഞാൻ എങ്ങനെ പോയാലാണ് എനിക്ക് വിജയത്തിൽ എത്താൻ സാധ്യമാകുക എന്നൊക്കെയുള്ള തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. തെറ്റായ വഴിയിലൂടെ പോയവർക്ക് പോലും തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ നേരായ വഴിയിലേക്ക് എത്താൻ ഭഗവാൻ തന്നെ അനുഗ്രഹം കൊടുക്കുകയാണ്. സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാൻ, ആ കഴിവുകൾ എങ്ങനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നത് തെളിവാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് തുടങ്ങുന്നത്. അപ്പോൾ 2027 ഒരു ഉന്നത നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എന്തും നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുന്ന ഒരു സമയവും കൂടിയാണ് തുടങ്ങാൻ പോകുന്നത്. ജീവിതത്തിൽ പുതിയ ചില ഏടുകൾ ഭഗവാൻ തന്നെ എഴുതി ചേർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കിട്ടില്ല, എനിക്കത് അർഹതയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും, അതിലിപ്പോൾ ഒരു വാഹനമാകാം, അല്ലെങ്കിൽ ഒരു വിവാഹമാകാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കത് കിട്ടില്ല, എനിക്കത് അങ്ങ് ദൂരെ കൊമ്പിൽ നിൽക്കുന്നതാണ്, എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇവിടെ ഇനി അതൊക്കെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് അനുകൂലത്തിൽ കൊണ്ടുതരുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ മെയ് 12 ശേഷമുള്ള സമയം അത് നിങ്ങളുടെ ജീവിതത്തിൽ തെളിവായി തന്നെ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. ഒരു പ്രത്യേക പ്രപഞ്ച ശക്തി തന്നെ നിങ്ങൾക്ക്
നമ്മൾ പറയാറുണ്ട്, ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആരോ കൂടെ നിന്ന് സഹായിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആപത്തിൽ ചെന്ന് പെടുമ്പോൾ ആരോ പെട്ടെന്ന് തട്ടി മാറ്റുന്ന, ആപത്ത് തന്നി മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വളരെയധികം ഭാഗ്യമാണ് മെയ് മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഗ്രഹമാറ്റങ്ങളൊക്കെ വളരെയധികം ശോഭനമായ ഭാവി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് ഈ ഒരു സമയത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്നതല്ല, 2027 വരെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സെറ്റിൽഡ് ആകാൻ കഴിയും എന്നതിൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിജയം നേടാൻ സാധിക്കുമെന്നത് നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ മെയ് മാസം വളരെയധികം ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിത വഴിത്താരയിൽ എത്തിച്ചേരുന്നതാണ്. നന്ദി.